ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ചിറ്റ് ചാറ്റ് സെക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വായനാ ദിനം ജൂൺ 19. 1996 കേരള സർക്കാർ വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കരുടെ വാക്കുകളാണിത്. PN പണിക്കരെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ വായനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേനും എല്ലാവരും തുടങ്ങുന്ന ക്ലീശേ ഡയലോഗ് ആണ്, എന്താ പറയുക, ഇന്നത്തെ സമൂഹം വായിക്കുന്നില്ല, വളരുന്നില്ല, അല്ലെ പുതുതലമുറകൾക്ക് ബുക്കിനേക്കാൾ കൂടുതൽ ഫോൺ അഡിക്ഷനാണ്, കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു തുടങ്ങുന്നില്ല. പക്ഷെ വായനാശീലം കൊണ്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതും കോമൺ ആണ്, സ്ഥിരം എല്ലാവരും എടുത്തിരുന്ന ടോപ്പിക്കും കാര്യങ്ങളൊക്കെ. അപ്പം അതിനോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് പറയാൻ വന്ന കാര്യത്രേ ഉള്ളൂ, ഞാൻ എങ്ങനെ വായനാശീലം തുടങ്ങി എന്നുള്ളതാണ്. വായന എനിക്ക് ആക്ച്വലി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്ലസ് മെയിനായിട്ട് ഞാൻ വായനാശീലം തുടങ്ങി എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആൾക്കാരുടെ അടുത്ത്, മുതിർന്നവരുടെ അടുത്തായിക്കോട്ടെ, അല്ലാതെ ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ, ഒരു സദസ്സിനെ റെപ്രസെൻ്റ് ചെയ്തായിക്കോട്ടെ, നമ്മളിപ്പം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേനും എന്താ ഈ കോട്ട്സ് യൂസ് ചെയ്തിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ കുറേ വലിയ വലിയ വാചകങ്ങളെടുത്ത് സംസാരിക്കുന്നതിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വായനാശീലം തുടങ്ങിയത്. പക്ഷെ വൺസ് വായിച്ച് തുടങ്ങി വായന കുറെ കൂടെ ഡീപ്പാവുന്നു, അല്ലാതെ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങുന്ന ഒരു സ്റ്റേജിലാണ് ഓക്കെ ഇതൊന്ന് കൊള്ളാം, പിന്നെ ബുക്സ് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് വായിക്കണം വേണ്ടെന്നുള്ളത്. പിന്നെ ഇപ്പം നമുക്ക് ഈ ബുക്കും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് ബുക്ക് റെഫർ ചെയ്ത് മീൻസ് ഡയറക്റ്റ് വായിക്കുന്ന, കടയിൽ പോയി മേടിച്ച് ബുക്ക് വായിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ പറയാൻ വന്നതാണ്, നമുക്കിപ്പോൾ വായനാശീലം തുടങ്ങാത്തവരാണെങ്കിൽ കുഞ്ഞു എൻ്റെ സൈഡിൽ നിന്നുള്ള കുഞ്ഞു ടിപ്സാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ വായിക്കാൻ ഒരു ബുക്ക് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് വായിക്കാം, നാളെ വായിക്കാം എന്നും പറഞ്ഞ് പൊടി പിടിച്ച് എവിടെയെങ്കിലും മേടിച്ച് വെക്കുന്ന, എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബുക്ക് മേടിച്ചിട്ട് വലിയ വലിയ ബുക്കുകൾ മേടിച്ച് കൂട്ടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മേടിക്കും, പക്ഷേ അതൊന്നും വായിക്കത്തില്ല. ജസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് വയ്ക്കും, പിന്നെ നോക്കത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ അതിനുശേഷം ഞാൻ പയ്യെ അതിലോട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി, കുറച്ചുകൂടെ ബുക്സ് നോക്കാം, വായിക്കാം എന്നൊക്കെയുള്ള മൈൻഡായി. അപ്പം ഇത് എൻ്റെ സൈഡിൽ നിന്നുള്ള കുഞ്ഞു ടിപ്സ് മാത്രമാണ്. എന്താന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്, പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ള, അല്ലെ മടി നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കുഞ്ഞു ബുക്കുകളിൽ നിന്ന്, അതായത് ഒരു 100 പേജുള്ള ബുക്ക്, ഒരു 120, 100 ആ ഒരു റേഞ്ചുള്ള ബുക്കുകൾ, കുഞ്ഞു ബുക്കുകൾ വായിക്കുക. അപ്പം ബഷീറിന്റെ പ്രേമലേഖനം പോലുള്ള, അല്ലെ പാത്തുമ്മേടാട്, അങ്ങനെയുള്ള കുഞ്ഞു ബുക്കുകൾ ആദ്യം വായിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ആയിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞു ബുക്ക് വായിക്കുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. വൺസ് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഓക്കെ ഞാനത് വായിച്ചു എന്നൊക്കെയുള്ള. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് ഇനിയും വായിക്കാനായിട്ടൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ഫീൽ ഗുഡ് ബുക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് ഒരു ബുക്ക് വായിച്ച് തീർത്തതിന് ശേഷം നമുക്ക് ആ ബുക്കിലെ ക്യാരക്ടറിനെ നമ്മളിപ്പോഴും മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റാം കെയർ ഓഫ് ആനന്ദി ഒരിടയ്ക്ക് ഭയങ്കര ഒരു എന്താ പറയുക ട്രെൻഡ് ലിസ്റ്റിൽ നിന്നൊരു ബുക്കാണ്. അപ്പം ഇപ്പോഴും അതിൻ്റെതായ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും കുറേ വരുന്നുണ്ട്. വൈ? ബിക്കോസ് അത് വായിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിലൊരു നീറ്റലുണ്ട്, ഓക്കെ അവരുടെ സ്റ്റോറി ഇതാണ്, അങ്ങനെ നിർത്തുന്ന സന്ദർഭങ്ങൾ, അതല്ലേ അങ്ങനത്തെ ഫീൽ ഗുഡ് ആയിട്ടുള്ള, അത് ഫീൽ ഗുഡ് ജോണർ അല്ല എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ള ബുക്സുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വായനയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ ഈ ബുക്കുകൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ വായിച്ച് തീർക്കുക എന്നുള്ളതിലുപരി, ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചപ്പം ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ള ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ക്യൂരിയോസിറ്റി ഉണർത്തുന്നൊരു, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ആ ബുക്ക്. ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു സ്റ്റേജ് എത്തുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മൾ ആ ബുക്ക് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, പിന്നീട് വായിക്കാം. ഒറ്റ സ്ട്രെച്ചിൽ വായിച്ച് തീർക്കണം എന്നൊന്നുമില്ല. സോ അങ്ങനെ ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മളത് വായിക്കുമ്പോഴത്തേനും ഓക്കെ അത് എന്താണെന്ന് അറിയാനോ നമുക്കൊരു എന്താ പറയുക ഒരു ഇതുണ്ടാവില്ലേ. അങ്ങനെ പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ, ബുക്സിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈവൻ ദോ നമുക്ക് ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. എനിക്കിപ്പോൾ റീസെന്റ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അതുപോലെ റാം കെയർ ഓഫ് ആനന്ദി ഞാൻ വായിച്ചൊരു ബുക്കാണ്.
അതും ഇഷ്ടമാണ്. അതേപോലെ ഈ സ്നേഹം, അതും എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പം ഇങ്ങനെ എനിക്കിത് മാറി മാറി വരും. ബിക്കോസ് ഓരോ ബുക്ക് വായിക്കുമ്പോഴും ഓരോ ജോണറാണ്. അങ്ങനെ ഞാനും ഈ പറഞ്ഞ പോലെ ഒറ്റ ഇരിപ്പിന് വായിക്കുന്ന ടൈപ്പ് ഓഫ് ആളല്ല. വൺസ് നമ്മൾ റീഡിങ്ങിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ തന്നെ എൻഗേജ് ആക്കാനായിട്ടുള്ളൊരു ഏറ്റവും വലിയ മാർഗ്ഗമാണ് റീഡിങ് എന്ന് പറയുന്നത്. ഇന്ന് വായനാ ദിനം ആയതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ബുക്ക് വായിച്ചേക്കാം, നാളെ തൊട്ട് പിന്നെയും ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിക്കല്ല ഞാൻ പറയണത്. ജസ്റ്റ് ഇത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി വായിക്കാം എന്ന് വിചാരിക്കുന്നവർക്കൊരു പ്രചോദനമാണെങ്കിൽ അത്ര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പം ഒരു കണ്ടന്റിനെ കുറിച്ച് വായിച്ചു, നമ്മുടെ ഫേവറേറ്റ് ജോണർ ഏതാന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം ക്രൈം ത്രില്ലർ ആണോ, അഡ്വഞ്ചർ ആണോ, ഫിക്ഷൻ ആണോ, ഷോർട്ട് സ്റ്റോറീസ് ആണോ, അങ്ങനെയുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ഏതാണ് ഫേവറേറ്റ് എന്നുള്ളത്. ദെൻ അത് ബേസ് ചെയ്തിട്ട് വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടപ്പെടും, വായന എന്നുള്ളൊരു കൺസെപ്റ്റിനെ ഇഷ്ടപ്പെടും. അതുപോലെ ഇപ്പം വൺസ് ഞാൻ ഈ റീഡിങ് ഹാബിറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഫോൺ യൂസേജ് ഒരു പരിധി വരെ എന്നേ പറയാൻ പറ്റുള്ളൂ, പരിധി വരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. വൈ? ബിക്കോസ് നമ്മൾ ബുക്സിനോട് കൂടുതൽ, ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും കൂടുതൽ ബുക്സാണ് യൂസ് ചെയ്തത്. ചിലവർക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ ബുക്ക് വായിച്ചാൽ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഓക്കെ ഫൈൻ. ഇനി ബുക്സ് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഏത് രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്, നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും വായിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബുക്സ് ഡയറക്റ്റ് പോയി മേടിച്ച് വായിക്കുന്നതിനോട്. ഒരു കുട്ടി ലൈബ്രറി ഒക്കെ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ നമ്മൾ വായിച്ച് തീർത്ത പുസ്തകങ്ങൾ മാത്രം അവിടെ വെക്കുക. സോ നമ്മളൊന്ന് നോക്കുമ്പോഴത്തേനും നമുക്കൊരു സന്തോഷമാണ്, ഓക്കെ ഇത്ര ബുക്സ് വായിച്ചു, ഞാൻ എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പം അതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. അപ്പോൾ ഇനിയും വായിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ വായന തുടങ്ങുക, വായന ഒരു ശീലമാക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.